ഈ വോട്ടെടുപ്പ് ദിനത്തിലും CPIM-നെതിരെ RSS ബന്ധമുയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രതിരോധം തീർത്തത്. പ്രതിരോധം മാത്രമല്ല, അതൊരു ആക്രമണം എന്ന് തന്നെയും പറയാം. RSS-ഉമായിട്ട് CPIM ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന LDF നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന തള്ളിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പറഞ്ഞത് CPIM-ഉം RSS-ഉം തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആരോപിക്കുകയായിരുന്നു. RSS-ഉമായിട്ട് ഇന്നലെയും ഇന്നും നാളെയും ബന്ധമില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ അതിന് മറുപടി നൽകുകയും ചെയ്തു. വോട്ടെടുപ്പ് ദിനത്തിലും CPIM-RSS ബന്ധം സജീവ ചർച്ചയാക്കുകയായിരുന്നു കോൺഗ്രസ്. RSS-ഉമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രൂക്ഷമായി വിമർശിച്ചു. CPIM-ന്റെ ആദ്യ ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജി ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രിക്ക് KC വേണുഗോപാൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ തുറന്ന കത്തയച്ചു. സുന്ദരയ്യയുടെ പ്രസ്താവന പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകം ആദ്യം പബ്ലിക് ഡൊമൈനിലുണ്ട്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA. അല്പസ്വല്പം ഉപകാരസ്മരണയെങ്കിലും വേണ്ടേ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ? അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷവും CPIM-RSS ബന്ധമുണ്ടായിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താ? ഈ ഹൈവേ മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് പണ്ടരടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു കേസുമില്ല എന്ന് പറഞ്ഞിട്ട് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത്. ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാര് പേടിയാണ്. RSS-നോടുള്ള സമീപനം എന്താണെന്നുള്ളത് ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വിശദീകരണം. കഴിഞ്ഞ കാലങ്ങളിലോ ഇപ്പോഴോ ഇനി വരാനിരിക്കുന്ന നാളുകളിലോ RSS-ഉമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഒരു തരത്തിലുള്ള ബന്ധം ഇനി ഉണ്ടാകാനും പോകുന്നില്ല. RSS ഒരു വർഗീയ സംഘടനയാണെന്നും ഇത്തരം സംഘടനകളുമായി CPIM ഒരു തരത്തിലും സഹകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.